ഹല്ലേലൂയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കുമെല്ലാം ദൈവരാജ്യത്തിന്റെ അഭിഷേകമായി മാറാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 175 വചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു തിരുവചനമാണിത്. കർത്താവേ, അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. നമ്മുടെ ജീവിതം തന്നെ ദൈവസ്തുതിയായി മാറാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും ഏൽപ്പിക്കാം. ആരൊക്കെ തങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ ഈ സമയം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഈ സമയം നിങ്ങൾ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഈ ജൂലൈ മാസം 1-ാം തീയതി ആഗോള സഭ മുഴുവൻ തിരുരക്തത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 10-ാം പിയൂസ് മാർപ്പാപ്പ ആഗോള സഭയിൽ ജൂലൈ 1-ാം തീയതി തിരുരക്തത്തിന്റെ തിരുനാളായി പ്രഖ്യാപിച്ചു. നമുക്ക് യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി ഒന്ന് അഭിഷേകത്തോടെ ഏറ്റുപാടിക്കേ. സൗഖ്യമായിക്കണമേ. അവിടുത്തെ വചനം അയച്ച് അനേകരെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. തലമുറകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ശാപക്കെട്ടുകള് ഈ സമയം കത്തി ചാരമാകട്ടെ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ഒരിക്കൽ കൂടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം പകരുക, അഭിഷേകം പകരുക. കുടുംബങ്ങളിലേക്ക് അയക്കുക, കുഞ്ഞുങ്ങളിലേക്ക് പകരുക, എല്ലാ യുവജനങ്ങളിലേക്ക് ഒഴുകുക. എല്ലാ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കാര്യങ്ങൾ വീശി ഹല്ലേലൂയ. ഒന്ന് ആനന്ദം ശക്തിയോടെ എല്ലാവരും കർത്താവ് പകരുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട്, സൗഖ്യം സ്വീകരിച്ചുകൊണ്ട്, അത്ഭുത വിമോചനം സ്വീകരിച്ചുകൊണ്ട് ഇതാ നമ്മുടെ ഭവനങ്ങളുടെ കർത്താവ് ഉലാത്തുകയാ. മക്കളെ ആഗ്രഹിച്ച് വിശ്വസിച്ച് പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് കരമടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തം അത് അത്ഭുത രക്തമാണ്. യേശുവിന്റെ രക്തം അത് സൗഖ്യമാക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം അനുഗ്രഹിക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം വിമോചിപ്പിക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഹല ഹല ഹല. യേശുവിന്റെ രക്തമേ, കറയില്ലാത്ത രക്തമേ, അത്ഭുത രക്തമേ, സൗഖ്യമാക്കുന്ന രക്തമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുക, വിടുവിക്കുക, അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നദി പോലെ നദി പോലെ നദി പോലെ യേശുവിന്റെ രക്തം ഒഴുകട്ടെ. തലമുറകളിലേക്ക് ഒഴുകട്ടെ. ഞങ്ങളുടെ വംശ പരമ്പരകളിലേക്ക് ഒഴുകട്ടെ. ശാപക്കെട്ടുകൾ അഴിയട്ടെ. ലോകബന്ധനങ്ങൾ തകരട്ടെ. പാപശക്തികൾ ചിഹ്നഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തമേ, അറുക്കപ്പെട്ട മുറിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമേ, റിലീസ്. തിരുരക്തത്തിന്റെ ശക്തിയാ ഓരോ ജീവിതങ്ങളും നിറയട്ടെ. ഓരോ ഭവനവും നിറയട്ടെ. ഓരോ സമൂഹവും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വലിയ വിശ്വാസത്തോടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് സാധിക്കുന്ന മക്കൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക.
കർത്താവിന്റെ അത്ഭുത രക്തം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇത് വലിയ സൗഖ്യത്തിന്റെ സമയമാണ്. ഇതാ ചില ഭവനങ്ങളിൽ നാളുകളായി രോഗാവസ്ഥയിൽ കിടന്നിരിക്കുന്ന രോഗികളിൽ അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു. സ്വീകരിച്ച് പ്രാർത്ഥിക്കും മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ഏറ്റുപാടട്ടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലേ തിരുച്ചോരയാലേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി ഇന്നത്തെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത് തിരുരക്തത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. ഇന്ന് അനേകർ പലപ്പോഴും ഇപ്രകാരം ചോദിക്കാറുണ്ട്, ഒരു സാധാരണ മനുഷ്യന്റെ രക്തം പോലെ തന്നെയല്ലേ യേശു ക്രിസ്തുവിന്റെ രക്തം? എന്താണ് യേശുവിന്റെ രക്തത്തിന് ഇത്രയും പ്രത്യേകത? യേശുവിന്റെ രക്തത്തിന്റെ മഹത്വം എന്താണ്? അതിന്റെ ശക്തി എന്താണ്? പലപ്പോഴും അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള ഉത്തരം തരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുരക്തത്തിന് വലിയ അത്ഭുത ശക്തിയുണ്ടെന്ന്. കാരണം നമ്മളിൽ പലരും അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറാ രോഗങ്ങൾ അത്ഭുതകരമായി സുഖപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചികമായ ബന്ധനങ്ങളും അടിസ്ഥാനങ്ങളും തകർക്കപ്പെടുന്നു. യേശുവിന്റെ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില പാരമ്പര്യ ശാപക്കെട്ടുകളെല്ലാം പിഴുതുമാറ്റപ്പെടുന്നു. തലമുറകൾ കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്നാൽ ഞാൻ നിങ്ങളൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സംഭവിക്കാറുണ്ടോ? അപ്പൊ നമുക്കറിയാം, ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ അവിടെ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകുന്നു. എന്നാൽ ബ്ലഡ് ഓഫ് സന്തോഷ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ രക്തത്തെ ചൊല്ലി രക്തം വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? പിശാച് പല്ലിടിച്ച് കാണിക്കും. കാരണം സാത്താന് നമ്മുടെ രക്തത്തെ ഭയമില്ല. എന്നാൽ യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുകയാണ്. ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ മഹത്തായ രണ്ട് അത്ഭുതങ്ങളാണ്. ഒന്ന് യേശുവിന്റെ രക്തം, രണ്ട് യേശുവിന്റെ ശരീരം. എന്തുകൊണ്ടാണ് തിരുരക്തത്തെ പിശാച് ഇത്രമാത്രം ഭയപ്പെടുന്നത്? ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, നമ്മുടെ കർത്താവിന്റെ യഥാർത്ഥ ബ്യൂട്ടി എന്താണെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവൻ അത്രമാത്രം ഉന്നതനാണ്. എന്താണ് വചനം വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. 4 കാര്യങ്ങൾ അവിടെ യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനാണ്. രണ്ടാമത്, നമ്മുടെ യേശു ദോഷരഹിതനാണ്. മൂന്നാമത്, നമ്മുടെ യേശു നിഷ്കളങ്കനാണ്. നാലാമത്, യേശു ക്രിസ്തു പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനാണ്. ലോക ചരിത്രത്തിൽ ഈ യോഗ്യതയുള്ള വ്യക്തി ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ കാൽവരി കുരിശിലെ ബലി
മനുഷ്യവർഗം മുഴുവന്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് പര്യാപ്തമായി തീർന്നത്. യേശുവിന്റെ അത്ഭുത രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടായതിന്റെ കാരണം ഇതാണ് അതിന്റെ രഹസ്യം. ലോക ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിയും ഇതുപോലെ വന്നിട്ടില്ല. കാരണം ഒരു പാപിക്ക് മറ്റൊരു പാപി രക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശു പാപമില്ലാത്തവനായി, പരിശുദ്ധനായി, ദോഷരഹിതനായി, നിഷ്കളങ്കനായി, നമ്മെപ്പോലെ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കായി അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവമക്കൾ, ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, തിരുരക്തത്തിന്റെ ശക്തി എന്താണ്? വചനം പറയുന്നു, ഒന്ന്, യേശു ക്രിസ്തു പരിശുദ്ധനാണ്. യേശു പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് യേശുവിലൂടെ ഒഴുകിയ രക്തം പരിശുദ്ധ രക്തമായി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. കഫർനാമിലെ സിനഗോഗിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ആവസിച്ചൊരു മനുഷ്യൻ അവിടെ വന്നു. യേശുവിനെ കണ്ട മാത്രയിൽ യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞൊരു ഭാഗമുണ്ട്. യേശുവേ, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പരിശുദ്ധനാണെന്ന് പിശാച് സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കുക മക്കളെ, ഇത് തന്നെ വചനം പറയും. യേശു പരിശുദ്ധനാണ്, അതുകൊണ്ട് അവന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. രണ്ടാമത്, യേശു ദോഷരഹിതനാണ്. എന്താണ് ദോഷരഹിതൻ? കറയില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ, പെർഫെക്റ്റ് ആണ്, പരിപൂർണതയുള്ളവനാണ് യേശു. നമുക്കറിയാം, യേശുവിന്റെ കാലഘട്ടത്തിൽ യൂദയായിലെ റോമൻ ഗവർണറായിരുന്നു പിലാത്തോസ് യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിന്റെ മൂല്യത ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ യേശുവിനെ നോക്കിക്കൊണ്ട് പിലാത്തോസ് പറയും, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, പിലാത്തോസ് ഒരു സാധാരണ വഴിപ്പോക്കന്റെ ബുദ്ധിയല്ല. അവൻ യൂദയായിലെ റോമൻ ഗവർണറാണ്, നല്ല ഇന്റലിജന്റ് ആണ്, നല്ല ക്വാളിഫൈഡ് ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറ്റം കാണാതെ രക്ഷപ്പെടുക പറയുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ പിലാത്തോസ് യേശുവിനെ പരിശോധിച്ചു. അവന്റെ വാക്കുകളിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ പ്രവർത്തികളിൽ, അവന്റെ മനോഭാവങ്ങളിൽ, അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് പല പ്രാവശ്യം അവൻ യേശുവിനെ പരിശോധിക്കും. എന്നാൽ ആ പരിശോധനയ്ക്ക് ശേഷം പിലാത്തോസ് ലോകത്തോട് പറയും, ഇവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. യോഹന്നാന്റെ സുവിശേഷം 19-4 വരുമ്പോൾ അവിടെ കാണാം, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വചനത്തിലോട്ട് വരുമ്പോൾ കാണാം, പിലാത്തോസ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഗലീലായിലെ ഗവർണറായിരുന്ന ഹെരോദസ്, പിലാത്തോസിന് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിലാത്തോസ് ഹെരോദസിനടുത്തേക്ക് യേശുവിനെ വിടുകയാണ്. വചനം പ്രഖ്യാപിക്കുന്നു, ഹെരോദസിനും യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുത്ത് കുരിശിൽ തറച്ച കള്ളൻ എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്? ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം അവിടെ 41-ാം തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, മറ്റേ കള്ളനെ ശകാരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമ്മൾ അർഹിക്കുന്ന തെറ്റിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. എന്നാൽ യേശുവാകട്ടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആ കള്ളൻ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും നിങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം നടപ്പാക്കിയ ശതാധിപൻ എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, യേശു പിതാവിന്റെ കരങ്ങളിൽ തന്റെ ആത്മാവിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ വചനം വെളിപ്പെടുത്തുന്നു, ഭൂമി കുലുങ്ങി, പാറകൾ പൊട്ടിപ്പിളർന്നു, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ശതാധിപൻ യേശുവിന്റെ കുരിശിന് താഴെ മുട്ടുകുത്തി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിളിച്ചു പറയും, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു, റിയൽ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, യേശു ദോഷരഹിതനാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ആർക്കും യേശുവിൽ കുറ്റം ആരോപിക്കാൻ കഴിഞ്ഞില്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു കുറ്റം ആരോപിക്കാൻ പറ്റൂ? ഇതാണ് യേശുവിന്റെ പൂർണ്ണത, ഇതാണ് യേശുവിന്റെ മഹത്വം. അതുകൊണ്ട് തന്നെയാ യേശുവിന്റെ രക്തത്തിന് ഇത്രമാത്രം ശക്തി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ചോദിക്കുക, ലോകത്തിൽ ഇതുപോലുള്ള മറ്റൊരു വ്യക്തിത്വത്തെ കാണിച്ചു തരാൻ പറ്റുമോ? ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. കാണിച്ചു തരാൻ പറ്റൂ? മറ്റൊരു വ്യക്തിയുടെ പേര് പറയാൻ പറ്റൂ? ഇതാണ് മറ്റു മത ആചാര്യന്മാരിൽ നിന്ന്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വേർതിരിക്കുന്നത്. ഇത് യേശുവിന്റെ അനന്യതയാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഈ സത്യം തിരിച്ചറിയണം. ദോഷരഹിതൻ, ഇത് ഭൂമി മാത്രമല്ല, സ്വർഗം വിളിച്ചു പറഞ്ഞു. 2 പ്രാവശ്യം ദൈവപിതാവ് യേശുവിന്റെ ജീവിതം കണ്ടുകൊണ്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗം സാക്ഷ്യപ്പെടുത്തി, ഭൂമി സാക്ഷ്യപ്പെടുത്തി, യേശു ദോഷരഹിതനാണ്. ഇനി നരകം എന്താ യേശുവിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ തൊട്ടു മുൻപേ കണ്ടല്ലോ. പിശാചു ബാധിതൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീ ദോഷരഹിതനാണ്, നീ ഒരു കുറ്റവും ചെയ്യാത്തവനാണ്. അപ്പൊ സ്വർഗവും ഭൂമിയും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തു ദോഷരഹിതനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് തിരുരക്തത്തിന്റെ ശക്തി. ദോഷരഹിതൻ, കറയില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ. അതുകൊണ്ടാണ് യേശുവിന്റെ രക്തത്തെ നമ്മൾ കറയില്ലാത്ത രക്തം, കളങ്കമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം എന്നൊക്കെ വിളിക്കുന്നതിന് കാരണം ഇതെല്ലാം യേശുവിന്റെ സ്വഭാവമാണ്. മൂന്നാമത് അവിടെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്, അവൻ നിഷ്കളങ്കനാണ്. യേശു ക്രിസ്തു നിഷ്കളങ്കനാ. അവനിൽ കാപട്യമില്ല, യേശുവിൽ ചതിയില്ല, അവനിൽ വഞ്ചനയില്ല, അവനിൽ അശുദ്ധിയില്ല. വചനം പ്രഖ്യാപിക്കുന്നു, യേശു നിഷ്കളങ്കനാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അവിടെ യൂദാസ് തനിക്ക് ലഭ്യമായ ആ 30 വെള്ളിക്കാശ് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറയും, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണെന്ന് ക്രിസ്തുവിനോടുകൂടെ 3 കൊല്ലം നടന്ന യൂദാസ് വിളിച്ചു പറയാ, യേശു നിഷ്കളങ്കനാണ്, അവന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. യേശുവിന്റെ തിരക്തത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരിക്കലും 5 ദിവസത്തെ താമസിച്ചുകൊണ്ടുള്ള ധ്യാനം നടക്കുകയാണ്. ഈ ധ്യാന സമയത്ത് ധ്യാനത്തിന് 3-ാമത് ദിവസം കുംഭസാരം എന്ന കുദാശൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് അന്ന് വൈകിട്ടുള്ള സ്തുതി ആരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഈ സ്തുതി ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായ അഭിഷേകം കർത്താവിടെ പകർന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ 3rd റോയിൽ, ആ വചനകൂടാരത്തിൽ 3-ാം റോയിൽ ഇരിക്കുന്ന ഒരു സഹോദരനെ പ്രത്യേകം പരിശുദ്ധാത്മാവെടുത്ത് കാണിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അൾത്താരയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ സഹോദരന് വേണ്ടി പ്രത്യേകം യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ തന്നെയാ പറഞ്ഞത്, രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ബ്ലഡ് ഓഫ് ജീസസ് അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തം അവന്റെ മേൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ സ്വരം അനുസരിച്ച് അൾത്താരിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സഹോദരൻ അടുത്ത് നിന്ന് ചോദിച്ചു, സഹോദര, താങ്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചോട്ടെ. ഇത് പറഞ്ഞ മാത്രയിൽ ആ സഹോദരൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടീം മെമ്പേഴ്സ് മുഴുവൻ, കൂട്ടായ്മയിലുള്ളവർ മുഴുവൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ തിരുരക്തത്തെ വിളിച്ച് രക്തത്തിന്റെ ശക്തി ആ സഹോദരന്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്തിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ തറയിലേക്ക് മറിഞ്ഞു വീണു. ഈ റെയിൻബോ മഴവില്ലിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന പോലെ റാ പോലെ ഇതെങ്ങനെ നിൽക്കുക, റാ പോലെ വളഞ്ഞു നിൽക്കുക. മാത്രമല്ല അദ്ദേഹത്തിന്റെ നാവ് പുറത്തേക്ക് നീട്ടി. അന്നാണ് മനുഷ്യന്റെ നാവിന് ഇത്രയും നീളമുണ്ടെന്ന് ഞാൻ മനസ്സിലായി. ഇത്രയുണ്ട്. ഈ നാവ് പുറത്തേക്ക് നീട്ടി നാവ് കണ്ടിച്ചൊരു കാറിച്ചയാണ്. ആ പ്രദേശം മുഴുവൻ കുലുങ്ങുമാറ് ഈ മനുഷ്യൻ കാറി കൂകിക്കൊണ്ടിരിക്കുക. നമ്മളെ ഭയപ്പെടുത്തുമാറുള്ള ചില ചേഷ്ടകളും കോഷ്ടികളൊക്കെ ഈ മനുഷ്യൻ കാട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടെ പറഞ്ഞു, യേശുവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. കാരണം യേശുവിന്റെ രക്തം അത്ഭുത രക്തമാ, വിടുവിക്കുന്ന രക്തമാ. നമ്മൾ പാടുന്നില്ലേ, ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ഈ രക്തം അപ്ലൈ ചെയ്ത് ഈ സഹോദരനോട് പ്രാർത്ഥിച്ചു. അല്പം, ഏകദേശം ഒരു അരമണിക്കൂറോളം ആ മിനിസ്ട്രി തുടർന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നോർമലായി വരാൻ തുടങ്ങി. ശാന്തമായി അദ്ദേഹത്തിന് അല്പസമയം ഉറങ്ങിപ്പോയി. ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം എന്റെ അടുത്ത് ഓടി വന്ന്
എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, സഹോദര, ഞാനിപ്പോൾ വളരെ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്താ സംഭവിച്ചത്, താങ്കൾ ആരാണ്? അദ്ദേഹം എന്നോട് ഇപ്രകാരം ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. 4 വർഷമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ട് അദ്ദേഹം എന്നോട് ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു, ഞാൻ 17 വർഷമായി മന്ത്രവാദ കൂടോത്രത്തിന് ശക്തി ലഭിക്കുവാൻ ഒരു ദുർമൂർത്തിയെ ഈ സഹോദരൻ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മന്ത്രത്തിനും തന്ത്രത്തിനൊക്കെ വേണ്ടി ഞാൻ കളം വരയ്ക്കുന്നത് നാവ് കടിച്ച് നാവിൽ നിന്ന് വരുന്ന രക്തം കൊണ്ടാണ്. അത്രമാത്രം തിന്മയുടെ പൊസഷൻ ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനെ വിടുവിക്കുവാനായിട്ട് കരുണ തോന്നി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന്റെ രക്തം അത്ഭുതകരമായി ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുകയും വർഷങ്ങളായി അവന്റെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ പൈശാചികമായ സ്വാധീനത്തെ പിഴുതു കളഞ്ഞ് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകി പരിശുദ്ധാത്മാവ് ആ സഹോദരനെ സമ്പൂർണമായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ! ഈ ഒരു സംഭവം എന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷ ജീവിതത്തിൽ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങള്, സൗഖ്യങ്ങള്, അതുപോലെ തന്നെ വലിയ വിമോചനങ്ങള്, സ്വാതന്ത്ര്യങ്ങള്, വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തലമുറകൾക്കും കൈവരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. യേശുവിന്റെ രക്തം അത് വെറും ഒരു സാധാരണ രക്തമല്ല, അത് അത്ഭുത രക്തമാണ്, അത് കറയില്ലാത്ത രക്തമാണ്, അത് നിഷ്കളങ്ക രക്തമാണ്, അത് എന്നെയും നിന്നെയും സൗഖ്യമാക്കുന്ന സൗഖ്യത്തിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ രോഗക്കിടക്കയിൽ വെച്ചോ, നിങ്ങളുടെ രോഗാവസ്ഥ എന്തുമായിക്കോട്ടെ, നിങ്ങൾ ആ അവസ്ഥയിൽ യേശുവിന്റെ രക്തത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഇത് സൗഖ്യത്തിന് സമയമാണ്. നിങ്ങളൊരു ബോധ്യത്തോടെ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തിരുരക്തത്തിന്റെ തിരുനാൾ ആശംസിക്കുകയാണ്. ഈ ഒരു അഭിഷേക നിറവിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തിരുവോസ്വരൂപനായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ നമ്മൾ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നിങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. കർത്താവിന്റെ രക്തത്തിന്റെ വലിയ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളെ ഈ സമയം അവൻ വിമോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടണമേ. ക്രിസ്തുവിന്റെ രക്തം പെരുമഴ പോലെ പെയ്യട്ടെ, നദി പോലെ ഒഴുകട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവിധ പാപ രോഗ ശാപ ബന്ധനങ്ങളും യേശുവിന്റെ അത്ഭുത രക്തത്തിന്റെ ശക്തിയ ഇപ്പോൾ കത്തിച്ചാരമാകട്ടെ. ഇരുകരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. തിരുരക്തത്തിന്റെ ശക്തി മനസ്സിലാക്കി യേശുവിന്റെ രക്തത്തെ വിളിച്ച് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ രക്തമേ, പരിശുദ്ധ രക്തമേ, അറിയില്ലാത്ത രക്തമേ, അത്ഭുത രക്തമേ, കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടണമേ, ആയിരങ്ങളിലേക്ക് ഒഴുകണമേ. ഈ ശുശ്രൂഷി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനകോടികളിലേക്ക് പെരുമഴയായി പെയ്തിറങ്ങണമേ. ഹാല 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 ഹാല.
വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ, സ്വീകരിച്ചു പ്രാർത്ഥിക്കേ. ഈശോയെ പ്രവർത്തിക്കണമേ, കർത്താവ് ഇടപെടണമേ. തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അനേകരെ വിശുദ്ധീകരിക്കണമേ. ഹാല 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 ഹാല. എല്ലാ സാത്താൻ ആധിപത്യങ്ങളും തകരട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, ബന്ധന കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാവിധ അന്യായ ഭാരങ്ങളും മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ കുടുംബങ്ങൾ, ജീവിതങ്ങൾ, സമൂഹങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അഭിഷേചിതമാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി.